ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പീൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം എന്ന് പറഞ്ഞു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ആരാധന ബുദ്ധി കൊണ്ടല്ല, ബുദ്ധിയുള്ളതായിരിക്കണം എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. കൂടപ്പുറപ്പുകളെ, ആരാധന ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. ആരാധന അർപ്പിക്കുന്നതിൽ ആരാധകർ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. എങ്ങനെയും എവിടെയും ആരാധിക്കുന്നതല്ല ദൈവത്തിനുള്ള ആരാധന, അല്ലെങ്കിൽ സത്യത്തിലുള്ള ആരാധന. അപ്രകാരം അർപ്പിക്കുന്ന ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടാകുകയുമില്ല. ആരാധന ബുദ്ധിയുള്ള ആരാധനയായിരിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഏതാണ് ബുദ്ധിയുള്ള ആരാധന? ആത്മാവിലുള്ള ആരാധനയാണ് ബുദ്ധിയുള്ള ആരാധന. ആത്മാവിൽ ആരാധിക്കുമ്പോൾ അതിന് തടസ്സമാകാൻ സാധ്യതയുള്ള സകലതും നാം മാറ്റി നിർത്തേണ്ടതാണ്. ആത്മാവിലുള്ള ആരാധനയിൽ വേർപാട് ഒരു പ്രധാന ഘടകമാണ്. ആരാധനയുടെ പൂർണ്ണതയുണ്ടാകണമെങ്കിൽ ആ ആരാധനയിൽ ശരീരസമർപ്പണവും നടക്കേണ്ടതായിട്ടുണ്ട്. അബ്രഹാമും മകനും ആരാധന അർപ്പിക്കുവാൻ ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. ദൈവം പറഞ്ഞതുപോലെ ആരാധന അർപ്പിച്ചു. ദൈവപ്രസാദവും പ്രാപിച്ച് സന്തോഷത്തോടെ മടങ്ങി വന്നു. വിശ്വാസത്തോടെ അബ്രഹാം ബാല്യക്കാരോട് പറഞ്ഞത്, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. ഈ പ്രസ്താവ്യം തൻ്റെ വിശ്വാസവും പ്രത്യാശയും ആയിരുന്നു. പ്രിയരെ, ആത്മാവിൽ ആരാധന അർപ്പിക്കാൻ പോകുന്നവർ ഇതേ നിലയിൽ വിശ്വാസവും പ്രത്യാശയും നിറഞ്ഞവരായിട്ടാണ് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർ മടങ്ങി വരുന്നത് ഇരട്ടി ബലത്തോടും വാഗ്ദത്ത നിറവുള്ളവരായും ദൈവപ്രസാദം പ്രാപിച്ച് ദൈവശബ്ദം കേട്ടവരായിട്ടും വിശ്വാസം വർദ്ധിച്ചവരായിട്ടും പ്രത്യാശ നിറഞ്ഞവരായിട്ടും ആയിരിക്കും അവർ മടങ്ങി വരുന്നത്. ഇത് ഓരോ വിശ്വാസികളുടെയും ആരാധനാ അനുഭവം ആയിരിക്കണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെയും ബുദ്ധി ഉപദേശിക്കുകയാണ്. പ്രിയരെ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതാണ് ഒരു ദൈവപദലിനെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. അവൻ്റെ ആരാധന ആത്മാവിലുള്ളതാകിയാൽ അതാണ് ബുദ്ധിയുള്ള ആരാധനയെന്ന് നാം തിരിച്ചറിവുള്ളവരായിരിക്കണം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ. റോമാലേഖനത്തിലെ അപ്പോസ്തലൻ പൗലോസ് ബുദ്ധിയുള്ള ആരാധനയെക്കുറിച്ച്, ആത്മാവിലുള്ള ആരാധനയെക്കുറിച്ച് ഓർപ്പിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങളിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. വിളിക്കപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ജഡത്തിൽ ആരാധിക്കുന്നവരായി തീരാതെ നിങ്ങളുടെ ആരാധനയിൽ ലോകത്തിന് അനുരൂപമാകാതെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരാകുകയും എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ ആവശ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമ്മളിവിടെ വായിക്കുന്നത്. കാരണം നിങ്ങൾ വഞ്ചിതരായി പോകരുത്. ആരാധനയിൽ നിങ്ങൾ വഞ്ചിതരാകരുത്. ആത്മീയ ആരാധനയിൽ ഒരു പ്രധാന ഭാഗം അവരുടെ ശരീരത്തിൻ്റെ സമർപ്പണമാണ്. അർപ്പിക്കപ്പെടാത്ത ശരീരത്തിൽ നിന്നും ഉയരുന്ന ഒരു ആരാധന ഒരിക്കലും സത്യാരാധനയായിരിക്കുകയില്ല. ബുദ്ധിയുടെ ആരാധന ആത്മാവിലുള്ള ആരാധനയല്ല, മറിച്ച് അത് ജഡത്തിൽ നിന്നുള്ള ആരാധനയാണ്. ബുദ്ധിയുടെ ആരാധനയല്ല നാം ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധന. അർത്ഥാൽ ആത്മീയ ആരാധന ബുദ്ധിയുടെ ആരാധനയല്ല, എന്നാൽ ബുദ്ധിയുള്ള ആരാധനയാണ്. ബുദ്ധിയുടെ ആരാധന ആത്മാവിൽ ഉള്ള ആരാധനയല്ല എന്ന് ദൈവവചനം ശക്തമായി നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആത്മാവിലുള്ള ആരാധന ബുദ്ധിയുള്ള ആരാധനയായി തീരുകയാണ്.
അങ്ങനെ ഒരു ആരാധകനായി ഞാനും നിങ്ങളും മാറ്റപ്പെടണമെന്നാണ് ദൈവത്തിൻ്റെ വചനം ഉപദേശിക്കുന്നത്. ശരീരം വിശുദ്ധിയോടെ സൂക്ഷിച്ച് ആരാധനയിൽ ആരാധകൻ സ്വയം തൻ്റെ ശരീരത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് തൻ്റെ ശരീരം കൊണ്ടും ദൈവത്തിന് ആരാധന അർപ്പിക്കണം. ഈ പരിജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ആരാധകർ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെങ്കിൽ ഒരുവൻ തന്നെക്കുറിച്ചുള്ള ദൈവഹിതം അറിയുമ്പോഴാണ് ഈ തിരിച്ചറിവ് അവന് പ്രാപിക്കുവാൻ ഇടയാകുന്നത്. ഈ ലോകത്തിന് അനുരൂപരാകാതെ വിശ്വാസികൾ തങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിക്കണമെന്നുള്ളത് പ്രിയരെ ദൈവേഷ്ടമാണ്. അതാണ് ശരിയായ രീതിയിലുള്ള ആരാധന. നമ്മുടെ ശരീരത്തെ ദൈവത്തിന് യാഗമായി സമർപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട്. നാം ദൈവത്തിന് അർപ്പിക്കുന്നത് ജീവനുള്ള യാഗമാണ്, വിശുദ്ധിയുള്ള യാഗമാണ്, ദൈവത്തിന് പ്രസാദകരമായ യാഗമാണ്. നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തുവിൻ്റെ ജീവൻ പ്രിയരെ നമ്മുടെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവിടുത്തെ വിശുദ്ധി ശരീരത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവപ്രസാദകരമായ കാര്യങ്ങൾക്ക് ദൈവഹിതത്തിന് മാത്രം നമ്മുടെ ശരീരാവയവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മാത്രം വേണം നാം സത്യദൈവത്തെ ആരാധിക്കുവാൻ. ഇപ്രകാരം ആരാധനയ്ക്കായി ഒരുങ്ങുന്ന ഒരു ദൈവപൈതൽ ദൈവം ഇഷ്ടപ്പെടുന്ന യാഗമാക്കി തന്നെ തന്നെ സമർപ്പിക്കുന്നതിനാൽ ആ ആരാധന ആത്മാവിലും ബുദ്ധിയുള്ള ആരാധനയായും സ്വർഗം അംഗീകരിക്കുകയാണ്. കൂടപ്പിറപ്പുകളെ, നമ്മുടെ ആരാധന ജഡത്തിലുള്ള ആരാധനയാണോ അതോ ആത്മാവിലുള്ള ആരാധനയാണോ? നാം യഥാർത്ഥമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തിനുടമയായി തീർന്നിട്ടുണ്ടോ? നമ്മുടെ ചില ശരീരാവയവങ്ങൾ ഈ ലോകത്തിനും ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രം ദൈവത്തിനും സമർപ്പിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ വ്യക്തികൾ അവരിൽ നിന്നുയരുന്ന ആരാധന ദൈവപ്രസാദം പ്രാപിക്കുവാൻ പര്യാപ്തമായ ആരാധനയായി ഉയർത്തപ്പെടുകയില്ല. ഈ ലോകത്തിന് അനുരൂപരാകാതെ നമ്മുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിച്ച് പ്രിയരെ ബുദ്ധിയുള്ള ആരാധനക്കാരായി രൂപാന്തരപ്പെടുക. ഈ വചനം അതിന് നമ്മളെ ഇന്ന് പകലിൽ പ്രബോധിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ഞങ്ങൾ ധ്യാനിച്ച കേട്ട തിരുവചനത്തിൻ്റെ ചിന്തയിൽ നിന്ന് ഞങ്ങൾ ബുദ്ധിയുള്ള ആരാധനക്കാരായി ഞങ്ങളുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമാകുന്ന സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയായി ഉയർത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കി തീർക്കേണ്ടതിന് വേണ്ടി ആത്മാവിൻ്റെ സഹായം ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങൾ ബുദ്ധിയുടെ ആരാധന അർപ്പിക്കാതെ ബുദ്ധിയുള്ള ആരാധന അർപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ ഇന്ന് പകലിൽ ഞങ്ങളെ സഹായിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും ഞങ്ങൾ ചോദിക്കുന്ന കർത്താവേ, സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ സൗഖ്യം പ്രാപിക്കട്ടെ. വിടുതൽ ആഗ്രഹിക്കുന്നവർ, ചില സാമ്പത്തിക കെടുതികളിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവ് ഇന്ന് പകൽ ആ മറുപടികളും വിടുതലുകളും കൊടുത്ത് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ട പങ്കയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്ന അപ്പച്ച, ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.